ദൈവനാമം മഹത്വപ്പെടുമാകട്ടെ. ഹോശന്നാ ന്യായ വചന പ്രഭാഷണത്തിൻ്റെ സംക്ഷിപ്ത രൂപത്തിലേക്ക് സ്വാഗതം. ലഭ്യമായിരിക്കുന്ന വിഷയം സമാധാനത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ, ലെറ്റ് ദ കിങ് ഓഫ് പീസ് എൻ്റർ എന്നതാണ്. ഇതിനാസ്പദമായി ലഭ്യമായിരിക്കുന്ന വേദഭാഗങ്ങൾ 2 രാജാക്കന്മാർ 7-ാം അധ്യായം 3 മുതൽ 20 വരെയും, ഫിലിപ്പിയർക്ക് ലേഖനം 4-ാം അധ്യായം 4 മുതൽ 13 വരെയും, മർക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. സുവിശേഷ ഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. അന്നത്തെ രാജവാഴ്ച കാലത്ത് യുദ്ധത്തിനായി രാജാവ് കുതിരപ്പുറത്ത് പുറപ്പെടുകയും വിജയിച്ച് മടങ്ങി വരുമ്പോൾ കഴുതപ്പുറത്ത് സമാധാനത്തോടെ തിരികെ വന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഇന്നിൻ്റെ കലുഷിത ലോകത്ത്, വിശേഷാൽ യുദ്ധങ്ങൾ കൊണ്ട് അസമാധാനത്തിലായിരിക്കുന്ന ലോക സാഹചര്യത്തിൽ ഈ വിഷയത്തിന് പ്രാധാന്യത ഏറുകയാണ്. മർക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലൂടെ എങ്ങനെയാണ് സമാധാനത്തിൻ്റെ രാജാവിന് പ്രവേശനം നൽകേണ്ടതെന്നും എന്താണ് അതിനായി നാം ചെയ്യേണ്ടതെന്നും നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായിട്ട് സ്വയം ഒരുക്കപ്പെടുക എന്നുള്ളതാണ്. പ്രിപ്പയർ യുവർ സെൽഫ്. ഇതിലേക്കായി മർക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ വായിക്കട്ടെ. അവർ യെരുശലേമിനോട് സമീപിച്ച് ഒലിവ് മലയരികെ ബത്ഫാഗയിലും ബഥാനിയയിലും എത്തിയപ്പോൾ അവൻ ശിഷ്യന്മാരിൽ 2 പേരെ അയച്ച് അവരോട്, നിങ്ങൾ എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ, അതിൽ കടന്നാൽ ഉടനെ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും, അതിനെ അഴിച്ചു കൊണ്ടുവരുവിൻ. ഇത് ചെയ്യുന്നത് എന്ത് എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ കർത്താവിനെ ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറവിൻ. ഈ വേദവാക്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്, യേശു കർത്താവ് ശിഷ്യരോട് നിർദ്ദേശങ്ങൾ നൽകുമ്പോൾ ആ നിർദ്ദേശങ്ങൾ അനുസരിച്ചും സമ്പൂർണമായ അറിവോടും പൂർണ്ണ അധികാരത്തോടും ഒരുക്കപ്പെട്ട് നിർദ്ദേശങ്ങൾ അനുസരിക്കുന്നതിനായി യേശു പറയുന്നത് ഈ ഒരു വാക്കുകൾ ഈ ഒരു പശ്ചാത്തലത്തിലാണ്. ഒലിവ് മലയുടെ കിഴക്കൻ ചരിവിലുള്ള ബത്ഫാഗയിലും ബഥാനിയയിലും എത്തിയപ്പോഴാണ്. ബത്ഫാഗ എന്ന വാക്ക് അർത്ഥമാക്കുന്നത് പാകമല്ലാത്ത അത്തിപ്പഴത്തിൻ്റെ വീടെന്ന്. ബഥാന്യ എന്ന വാക്കിന് ദരിദ്രരും നിസ്സാരതരും പീഡിതരുമായവരുടെ ഗ്രാമമെന്നും വീടെന്നും. ഇവിടെ നിന്ന് പുറപ്പെടുന്ന ശിഷ്യന്മാർ കടക്കുവാൻ പോകുന്ന ഗ്രാമത്തെക്കുറിച്ചും കെട്ടപ്പെട്ടിരിക്കുന്ന കഴുതയെക്കുറിച്ചും അറിവുള്ളവരും ചോദ്യത്തിന് ഉത്തരം നൽകാൻ പൂർണ്ണ അധികാരത്തോടുമാണ് അവിടേക്ക് യേശു കർത്താവിനാൽ അയക്കപ്പെടുന്നത്. അതിനായി സ്വയം ശിഷ്യന്മാർ ഒരുക്കപ്പെട്ടു എന്നുള്ളതാണ്. രണ്ടാമതായി സമർപ്പിതരാകുക, ബി ഡെഡിക്കേറ്റഡ്. യേശു ആവശ്യപ്പെട്ടത് കഴുതക്കുട്ടിയെയാണ്. അത് ക്രിസ്തുവിന് നൽകുന്നതോടൊപ്പം തങ്ങളുടെ സ്വന്തം വസ്ത്രത്തെ യേശുവിനോട് ചോദിക്കാതെ തന്നെ സമാധാന പ്രഭുവിൻ്റെ ഇരിപ്പിടമായി നൽകുന്ന ശിഷ്യഗണത്തെ നമുക്ക് അവിടെ കാണുവാനായിട്ടിടയായിത്തീരും. മർക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 7-ാമത്തെ തിരുവചനം. അവർ കഴുതക്കുട്ടിയെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് തങ്ങളുടെ വസ്ത്രം അതിന്മേൽ ഇട്ടു. അവൻ അതിന്മേൽ കയറി ഇരുന്നു. അരികെ കൊണ്ടുവന്ന് യേശുവിന് കഴുതക്കുട്ടിയെ സമർപ്പിക്കുകയാണ്. ആ സമർപ്പണം നടത്തുമ്പോൾ ആ കഴുതക്കുട്ടിയെ യേശുവാണ് ആവശ്യപ്പെട്ടത്. അതേസമയം ഏറ്റവും അനുഗ്രഹീതമായി തങ്ങളുടെ വസ്ത്രത്തെ സമാധാന പ്രഭുവിൻ്റെ ഇരിപ്പിടമായി ശിഷ്യഗണങ്ങൾ നൽകുന്നതായിട്ട് കാണുവാനായിട്ടിടയായിത്തീരും. ഇപ്രകാരം പ്രതികരിക്കാൻ കഴിയണമെങ്കിൽ സ്വയസമർപ്പണത്തിൻ്റെ അടയാളമായി ചിലത് നൽകപ്പെടണം എന്നതാണ്. ഇവിടെ വസ്ത്രമാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സമാധാന പ്രഭു കടന്നു വരണമെങ്കിൽ അടുത്തു നിൽക്കുന്ന അനുജനെ കാണാൻ അക്ഷികളുണ്ടാകണം. ക്ഷമിക്കാൻ, വിട്ടുകൊടുക്കാൻ, സാരമില്ലെന്ന് പറയാൻ, ഒന്ന് പുഞ്ചിരിക്കാൻ നമ്മുടെ ജീവിതങ്ങളിൽ കഴിയുമ്പോൾ ഈ സമാധാനത്തിൻ്റെ രാജാവ് ജീവിതത്തിൽ, കുടുംബത്തിൽ, സഭയിൽ കടന്നു വരും. മൂന്നാമതായിട്ട് വീതി നൽകുക എന്നുള്ളതാണ്. സമാധാനത്തിൻ്റെ രാജാവിനായിട്ട്
വീതി നൽകുക, ജീവിത വേ എന്നുള്ളതാണ്. 8-ാമത്തെ തിരുവചനം, അനേകർ തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചു, മറ്റു ചിലർ പറമ്പുകളിൽ നിന്ന് ചില്ലിക്കൊമ്പ് വെട്ടി വഴിയിൽ വിതറി. മുൻപും പിൻപും നടക്കുന്നവർ ഹോശന്ന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, വരുന്നതായ രാജ്യം നമ്മുടെ പിതാവായ ദാവീദിൻ്റെ രാജ്യം വാഴ്ത്തപ്പെടുമാറാകട്ടെ, അത്യുന്നതങ്ങളിൽ ഹോശന്ന എന്ന് ആർത്തുകൊണ്ടിരുന്നു. മുൻപറഞ്ഞ വിഷയത്തിനോടൊപ്പം സമാധാന പ്രഭുവിനായി ശിഷ്യന്മാർ വസ്ത്രം ഇരിപ്പിടമായി നൽകി. സമർപ്പിതരായപ്പോൾ ഇവിടെ ജനം വഴിയൊരുക്കുകയാണ്. ആ വഴിയൊരുക്കുവാനായിട്ട് അവർ തങ്ങളുടെ വസ്ത്രങ്ങൾ ഒരുക്കി നൽകുകയാണ്. വസ്ത്രങ്ങൾ വഴിയിലേക്ക് വിരിച്ചുകൊണ്ട് വഴി അവർക്കായിട്ട് തുറന്നു നൽകുകയാണ്. വഴിധാരയിലെ വൃക്ഷക്കൊമ്പുകൾ വെട്ടിയിട്ടും വീതിയൊരുക്കി അത്യുന്നതങ്ങളിൽ ഹോശന്ന എന്ന് ആർത്തു വിളിച്ചു എന്നുള്ളതാണ്. ഹോശന്ന എന്ന വാക്കിൻ്റെ അർത്ഥം ഇപ്പോൾ രക്ഷിക്ക എന്നതാണ്. ഇപ്പോൾ രക്ഷിക്ക എന്ന് വിളിക്കുന്ന ജനം ചെയ്യുന്നൊരു കാര്യമുണ്ട്, തങ്ങളുടെ വസ്ത്രം വഴിയൊരുക്കുകയാണ്. സമാധാനത്തിൻ്റെ പ്രഭു, സമാധാനത്തിൻ്റെ രാജാവ് നമ്മുടെ ജീവിതത്തിൽ വന്നു നിൽക്കുമ്പോൾ നമുക്ക് സ്വയം ഒരുക്കപ്പെടാനും സമർപ്പിതരാകാനും സമാധാനത്തിൻ്റെ നിമിഷങ്ങളിലേക്ക് വഴിയൊരുക്കുവാനും നമുക്ക് കഴിയണം. ഒരുപക്ഷെ ശിഷ്യന്മാർ തങ്ങളുടെ വസ്ത്രം യേശുവിൻ്റെ വാഹനത്തിന് മുകളിൽ കഴുതക്കുട്ടിയുടെ പുറത്ത് ഇരിപ്പിടമായി നൽകിയപ്പോൾ ജനത്തിന് തങ്ങളുടെ വസ്ത്രം നൽകുവാനായിട്ട് കഴിഞ്ഞത് വഴിയൊരുക്കുവാനായിട്ടാണ്. സമാധാനത്തിൻ്റെ രാജാവ് ഈ ഭൂമിയിൽ ഏറ്റവും അനുഗ്രഹീതമായി പരിരക്ഷിക്കപ്പെടണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ഒരുക്കപ്പെടലുകൾ ആവശ്യമാണ്. സ്വയം സമർപ്പണം ആവശ്യമാണ്. വീതി ഒരുക്കുവാനായിട്ട് കഴിയണം. ക്രിസ്തുവിൽ പ്രിയരെ, നമ്മുടെ ജീവിതത്തിലും സമാധാനത്തിൻ്റെ രാജാവ് പ്രവേശിക്കണമെങ്കിൽ സ്വയം ഒരുക്കപ്പെട്ടും സമർപ്പിതരായും വഴിയൊരുക്കിയും സമാധാനത്തിൻ്റെ രാജാവിനെ ക്ഷണിക്കാൻ നാം സന്നദ്ധരാകുക. അതിന് പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.